അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫാത്തിമയുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമുക്കൊന്ന് റെഡി ആവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഡെർമാക്കോടെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സെറമാണ് യൂസ് ചെയ്തത്. അതും നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് എന്താണോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയതിന് ശേഷം മാത്രമേ അടുത്ത ലെയർ അല്ലെങ്കിൽ അടുത്ത കോട്ടിങ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. അത് കഴിഞ്ഞ് നമ്മൾ ഡെർമാക്കോടെ തന്നെ ഫേസ് മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് നമ്മൾ ഡെർമാക്കോടെ തന്നെ 1% ഹൈലറോണിക് ടിൻറ്റഡ് സൺസ്ക്രീൻ ജെല്ലാണ് യൂസ് ചെയ്തത്. ഈ സൺസ്ക്രീൻ നമുക്ക് ഫേസിൽ ഒരു BB ക്രീമൊക്കെ ഇട്ട എഫക്റ്റ് തരും കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് മൂൺ കോഡസിൽ നിന്ന് ഞാൻ മെറ്റീരിയലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അനാർക്കലി ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ഡ്രസ്സാണ്. ആക്സസറീസ് വേറൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു വാച്ചും ഒരു ഗോൾഡൻ ബാങ്കിൾ, ഒരു ഗോൾഡൻ റിങ്, മറ്റേതെൻ്റെ എൻഗേജ്മെൻറ്റ് മോതിരമാണ്. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ കാജൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ. എനിക്കങ്ങനെ തിക്നെസ്സിൽ എഴുതുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ്സിൽ നമ്മൾ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ക്ലിപ്പിങ്സൊന്നും നമുക്ക് ആഡ് ചെയ്യാനോ എടുക്കാനോ പറ്റിയിട്ടില്ല. കാരണം സമയമായിപ്പോയി. അപ്പോൾ നമ്മൾ തിരക്കിലായിരുന്നു ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ എനിക്ക് റെഡി ആയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫംഗ്ഷന് പോയപ്പോഴുള്ള ഫോട്ടോ ഒന്ന് രണ്ടത് ഞാൻ ആഡ് ചെയ്യാം. സ്റ്റുഡിയോന്ന് വാങ്ങിച്ച മസ്കാര നമ്മൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലിപ് ബാം ഇടാൻ മറന്നായിരുന്നു. അപ്പം ദേഗയുടെ ലിപ് ബാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ തലേ ദിവസമേ ഞാൻ കുറേ പരീക്ഷിച്ചു നോക്കി. ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. പിന്നെ സമയമില്ലാതെ വന്നപ്പോൾ എങ്ങനെയൊക്കെയോ കെട്ടി. എന്നിട്ട് എനിക്കത് ഇഷ്ടപ്പെടാനിട്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടിയ പാടെ അത് അഴിച്ചിട്ട് അടുത്ത് വേറൊരെണ്ണം കിട്ടി. ഫ്രണ്ടാവാൻ ഒരുപാട് വർഷത്തെ പരിചയമോ കൂട്ടോ ഒന്നും വേണ്ടാന്ന് എന്നെ തെളിയിച്ച ഒരാളാണ്. പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.